പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ട് സെക്ഷൻസുകളാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന സെക്ഷനും ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനും. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് ആദ്യം പറയും, അതിനുശേഷം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. കുറച്ച് പ്രോബ്ലംസുകൾ മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിലൂടെ കയറി ആ ക്വസ്റ്റ്യൻസുകൾ കൂടി ഇതിനോടുകൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളുടെയും ആൻസറുകൾ വളരെ ഭംഗിയായി നിങ്ങൾക്ക് എഴുതി വയ്ക്കാനും അതുപോലെ തന്നെ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടി പറ്റും. എന്തായാലും ഏതൊക്കെ ഫോർമുലാസുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ബോർഡിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിലാകെ ഈ ഒരു കാര്യമാണ് അറിയേണ്ടത്. ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എക്സിൻ്റെ അടിസ്ഥാനത്തിൽ വൈക്കുണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ് ആണ് ഡിവൈ ബൈ ഡി എക്സ്. നമുക്കിത് പല രീതിയിൽ ചോദ്യം വരാം. റേഡിയസിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, ഏരിയയ്ക്കുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതുപോലെ സർഫസ് ഏരിയയ്ക്കുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, വോളിയത്തിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കാനുണ്ടാവുക. അത് വിത്ത് റെസ്പെക്ട് ടു റേഡിയസിലും വരാം, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞ ആശയത്തിലും വരാം. അപ്പോൾ എന്തായാലും ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞ് കണ്ടാൽ അപ്പോൾ നിങ്ങൾ ഓർമ്മയിലേക്ക് വെക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ ആൻ ഇന്റർവൽ ഓപ്പൺ ഇന്റർവൽ എ ബി. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്നുള്ള കാര്യം നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ മതി. അതുപോലെ ഡിക്രീസിങ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ മതി. എഫ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതി. ഇവിടെ ഈക്വാലിറ്റി കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഈക്വാലിറ്റി കണ്ടീഷൻ ഇല്ല, അതായത് സ്ട്രിക്റ്റ് കണ്ടീഷൻ വരുന്നത് അർത്ഥം. സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായാലും മതി, ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ആശയം ആയാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ ഓഫ് എ സർക്കിൾ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ വെൻ ആർ ഈക്വൽ ടു 5 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏരിയയ്ക്ക് റേഡിയസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഡി എ ബൈ ഡി ആർ എന്ന് പറയുന്നതാണ് കണ്ടെത്താനുള്ളത്. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോർമുല പൈ ആർ സ്ക്വയർ ആണ്. കണ്ടെത്താനുള്ളത് ഡി എ ബൈ ഡി ആർ ആണ്. ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു ഡി ബൈ ഡി ആർ ഓഫ് പൈ ആർ സ്ക്വയർ. പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിനെ നമ്മൾ ഡെറിവേഷൻ നിന്ന് മാറ്റി എഴുതി. ആർ സ്ക്വയർ എന്ന് പറയുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഡെറിവേഷൻ ചെയ്താൽ കിട്ടുന്നത് 2r എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2πr. ഇത് ഏരിയയുടെ മൊത്തം ചേഞ്ച് ആണ് റേഡിയസിന്റെ അടിസ്ഥാനത്തിലുള്ളത്. നമുക്ക് മൊത്തം ചേഞ്ച് ആവശ്യമില്ല, റേഡിയസ് 5 സെന്റിമീറ്റർ ആകുമ്പോഴുള്ള കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഈക്വൽ ടു 5 സെന്റിമീറ്റർ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. 2π ഇൻറ്റു റേഡിയസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 5 അപ്ലൈ ചെയ്യുക, which is equal to 10 pi centimeter square per second. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കൂ. The radius of a circle is increasing at the rate of 2 centimeter per second. ഒരു സർക്കിളിന്റെ റേഡിയസ് ഉണ്ടാകുന്ന ഇൻക്രീസിംഗ് റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിൽ 2 സെന്റിമീറ്റർ ആണ്. Find the rate at which area of the circle is increasing when radius is 6 centimeter. അതായത് റേഡിയസ് 6 സെന്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി. അത് എത്രയാണ് തന്നിട്ടുണ്ട്? സെക്കൻഡിൽ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഈ സെക്കൻഡിൽ പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡി ആർ ബൈ ഡി ടി 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് വേണ്ടത് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ കണ്ടെത്തേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡി എ ബൈ ഡി ടി ആണ്. കാരണം റേഡിയസ് എന്ന് പറയുന്നത് ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ ഏരിയ എന്ന് പറയുന്നതും ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം.
എന്നാൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ dA/dr ആണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു റേഡിയസിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ചെയ്യേണ്ടത്. dA/dt അതായത് d/dt ഓഫ് πr². ആറും ടിയും തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ളത് തൊട്ട് മോള് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ d/dt ഓഫ് πr² എന്ന് പറഞ്ഞ ആശയം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ചെയിൻ റൂൾ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്: d/dr ഓഫ് πr² ഇൻറ്റു dr/dt. ഫലത്തിൽ dr-ഉം dr-ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ d/dt ഓഫ് πr² എന്ന് പറഞ്ഞ ലോജിക്ക് നിൽക്കുന്നു. ഡെറിവേഷൻ ചെയ്യുന്ന ഒരാശയത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. y കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി. r² വിത്ത് റെസ്പെക്ട് ടു r ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേഷൻ 2r ഇൻറ്റു dr/dt എന്ന് പറയുന്നത് 2 ആണെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 4πr. ഇപ്പൊ നമുക്ക് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന മൊത്തം ചേഞ്ച് ആണ് കിട്ടിയിരിക്കുന്നത്. റേഡിയസ് 6 സെന്റിമീറ്റർ ആകുമ്പോഴുള്ള ചേഞ്ച് മാത്രം മതി. അപ്പോൾ dA/dt അറ്റ് r ഈക്വൽ ടു 6 സെന്റിമീറ്റർ ഈക്വൽ ടു 4π ഇൻറ്റു 6 24π സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. The length x of a rectangle is decreasing at the rate of 5 centimeter per minute. ഒരു റെക്ടാങ്കിൾ എന്ന് പറയുന്നതിന്റെ ലെങ്ത് മിനിറ്റിൽ 5 സെന്റിമീറ്റർ വെച്ച് ഡിക്രീസിങ് ചെയ്യുന്നു. ആൻഡ് വിഡ്ത്ത് y is increasing at the rate of 4 centimeter per minute. വിഡ്ത്ത് എന്ന് പറയുന്നത് മിനിറ്റിൽ 4 സെന്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. x 8 സെന്റിമീറ്ററും y 6 സെന്റിമീറ്ററും ആകുമ്പോൾ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ. പെരിമീറ്ററിനുണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റ് കാണണം. അതുപോലെ ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ചിന്റെ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യത്തിലേക്ക് നോക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് അവിടെ പറയുന്നുണ്ട്. മിനിറ്റിൽ 5 സെന്റിമീറ്റർ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡിക്രീസിങ് സംഭവിക്കുന്നത്. ഡിക്രീസിങ് ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളത് കണക്ട് ചെയ്യേണ്ടത് എക്സിനുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് മിനിറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് കൊണ്ട് dx/dt. dx/dt എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? -5 സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്രീസിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് അപ്ലൈ ചെയ്യണം. ഇൻക്രീസിങ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. വിഡ്ത്തിന്റെ കാര്യം എന്താണ് തന്നിരിക്കുന്നത്? dy/dt ഈക്വൽ ടു മിനിറ്റിൽ 4 സെന്റിമീറ്റർ ഇൻക്രീസിങ് ചെയ്യുന്നു 4 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഇതാണ് ഗിവൺ കണ്ടീഷനായിട്ട് നിൽക്കുന്നത്. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് പെരിമീറ്ററിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. നമുക്കറിയാം പെരിമീറ്റർ പി എന്ന് പറയുന്നത് 2 × x+y ആണ്. ലെങ്ത് x ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ 2 × x+y. നമുക്ക് വേണ്ടത് പെരിമീറ്ററിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. dp/dt ആണ് കണ്ടെത്താനുള്ളത്. അതായത് 2 × എക്സിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx/dt വരും. വൈന്റെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dt എന്ന് പറഞ്ഞ കാര്യം വരുന്നു. അതായത് 2 × dx/dt എന്ന് പറയുന്നത് -5 ആണ്, പ്ലസ് dy/dt എന്ന് പറയുന്നത് 4 ആണ്. അതായത് 2 × -1 which is equal to -2 സെന്റിമീറ്റർ പെർ മിനിറ്റ്. അതായത് മിനിറ്റിൽ 2 സെന്റിമീറ്റർ വെച്ച് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഡിക്രീസിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഇനി ബി പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, അതായത് x × y വരും. എക്സും വൈയും ടിയുമായി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. അതുകൊണ്ട് ഡെറിവേഷൻ എന്ന് പറയുന്ന കാര്യം എഴുതുമ്പോൾ അവിടെ തന്നെ പ്രൊഡക്റ്റ് റൂള് നിർബന്ധമാണ്. dA/dt ഈക്വൽ ടു x × y എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ dy/dt പ്ലസ് y × x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ dx/dt. ഇറ്റ് ഇസ് ഈക്വൽ ടു x × dy/dt എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് y × dx/dt എന്ന് പറയുന്നത് -5 ആണ്. അതായത് 4x - 5y. ഇത് കിട്ടിയിരിക്കുന്നത് ശരിക്ക് ഏരിയ എന്ന് പറയുന്നതിന്റെ മൊത്തം ചേഞ്ച് ആണ്. നമുക്ക് x 8 സെന്റിമീറ്ററും y 6 സെന്റിമീറ്ററും ആകുമ്പോഴുള്ള ചേഞ്ചുകളാണ് വേണ്ടത്. ഇവിടെ നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്തില്ല, കാരണം അങ്ങനെ എക്സും വൈയും ഇവിടെ നിന്നിരുന്നില്ല. പക്ഷെ ഇവിടെ എക്സും വൈ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് dA/dt at x is equal to 8, y equal to 6 equal to 4 × 8 minus 5 × 6 which is equal to 32 minus 30 which is equal to 2 centimeter square per minute.
അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? മിനിറ്റിൽ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ വെച്ച് ഏരിയ എന്ന് പറയുന്നത് ഇൻക്രീസിങ് ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡൽ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ x² - 2x + 5 ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്. ഈ ഒരു ഫംഗ്ഷൻ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്ന ഫംഗ്ഷനെ f(x) എന്ന് പറഞ്ഞെടുക്കാം, x² - 2x + 5. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡെറിവേഷൻ കണ്ടുപിടിക്കുക. f'(x) x² ഡെറിവേഷൻ 2x ആണ്. -2x വരുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഡെറിവേഷൻ വരിക, അത് -2 എന്ന് പറഞ്ഞ കാര്യം വരും. 5ൻ്റെ ഡെറിവേഷൻ 0 ആണ്, അതുകൊണ്ട് പ്രത്യേകം എഴുതണം എന്ന് നിർബന്ധമില്ല. f'(x) കിട്ടിക്കഴിഞ്ഞു. തൊട്ടടുത്ത സ്റ്റെപ്പ് f'(x)നെ 0 ഇക്വേറ്റ് ചെയ്യുക. അതായത് 2x - 2 എന്ന് പറയുന്നത് 0 ആണ്, 2x എന്ന് പറയുന്നത് 2 ആണ്, x = 2/2 = 1. x എന്ന് പറയുന്ന കാര്യം കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കുക. -∞ എന്ന് പറഞ്ഞ 2 എൻഡുകളിൽ മാർക്ക് ചെയ്യുക. റിയൽ ലൈനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്പർ ലൈനാണ് വരച്ചിരിക്കുന്നത്. 1 എന്ന് പറയുന്നത് എന്തായാലും ഇതിൻ്റെ ഇടയിലാണ്, അപ്പോൾ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെ 1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ ലൈൻ എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ റിയൽ ലൈൻ എന്ന് പറയുന്നതിനെ 2 ഇൻ്റർവെല്ലുകളാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. -∞ 1 ആൻഡ് 1∞. 2 ഇൻ്റർവെല്ലും ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസുകളാണ്, ഇവിടെ തമ്മിൽ കണക്റ്റഡ് അല്ല അർത്ഥം. ഓക്കെ, ഇനി ഈ ഇങ്ങനെ കണ്ടെത്തിയ ഇൻ്റർവെല്ലിൽ ഏത് ഇൻ്റർവെല്ലിലാണ് ഇൻക്രീസിങ്, ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ് എന്നുള്ള കാര്യം നോക്കേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എവിടെ ആകുന്നു എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇൻ്റർവെൽ എടുക്കുക. ഇൻ -∞ 1 f', ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യുക. അത് എക്സിൻ്റെ സ്ഥാനത്ത് എടുക്കുക. ഞാൻ ഇവിടെ 0 എന്ന് പറഞ്ഞ കാര്യം എടുക്കുകയാണ്, ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ്, അത് കൊടുക്കുകയാണ്. എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ f'(x) എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് പകരം 0 അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താ? 2 × 0 -2. -2 ആണ് വരിക, അത് <0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവെല്ലിൽ f എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആയിരിക്കും. ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 1∞. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ 2 ഉണ്ട്, ഞാൻ 2 എന്ന് പറയുന്ന കാര്യം കൊടുക്കുകയാണ്. f'(x) കൊണ്ട് കൊടുക്കുമ്പോൾ 2 × 2 -2, അതായത് 4 - 2 വരും, 2 വരും, അത് <0 ആണ്. അപ്പോൾ ആ ഇൻ്റർവെല്ലിൽ f എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആവുന്ന ഇൻ്റർവെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 1∞ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അതേ മോഡൽ ഒരു ചോദ്യമാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ x² + 2x - 5 ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആവുന്നതും അതുപോലെ സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആവുന്നതുമായ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം. f(x) എന്ന് പറയുന്ന കാര്യം ആദ്യം ഒന്ന് എടുത്ത് എഴുതി വെക്കുകയാണ്. x² + 2x - 5. f'(x) എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുന്നു. x² ഡെറിവേഷൻ 2x + 2x എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ +2. എക്സിൻ്റെ കോഎഫിഷ്യന്റ് മാത്രം ആലോചിച്ചാൽ മതി. -5ൻ്റെ ഡെറിവേഷൻ 0 ആണ്. f'(x) = 0 implies 2x + 2 = 0. അതായത് 2x എന്ന് പറയുന്നത് -2 ആണ്, x എന്ന് പറയുന്നത് -2/2 = -1. ലൈൻ വരയ്ക്കുന്നു. -∞ ഇതിൻ്റെ ഇടയിലാണ് എന്തായാലും -1 വരിക. അപ്പോൾ 2 ഇൻ്റർവെല്ലുകളായി -∞ -1, അതേപോലെ -1∞ എന്ന് പറയുന്നത്. ആദ്യത്തെ ഇൻ്റർവെല്ലിലേക്ക് പോകുമ്പോൾ ഇൻ -∞ -1 f', ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഞാൻ -2 എടുക്കുകയാണ്. f' -2 എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ ഇവിടെ എക്സിന് പകരം എന്ത് അപ്ലൈ ചെയ്യുക? -2 അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × -2 + 2, അതായത് -4 + 2 ആണ് വരിക, അത് -2 ആണ്, <0 ആണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണ്. ഇൻ -1∞, ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു 0 എന്ന് പറയുന്ന നമ്പർ എടുക്കാം. 0 എടുക്കുന്ന സമയത്ത് f'0 എന്ന് പറഞ്ഞ കാര്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 × 0 + 2 ആണ് വരിക, അത് <0 ആണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ f എന്ന് പറയുന്നത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? f സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആവുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -1∞ സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആവുന്നത് ഓപ്പൺ ഇൻ്റർവെൽ -∞ -1 എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആവുന്ന ഇൻ്റർവെല്ലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തന്ന ഫംഗ്ഷനെ f(x) എന്ന് പറഞ്ഞെടുക്കാം. f(x) = 2x³ + 9x²
പ്ലസ് 12x മൈനസ് 1. തൊട്ട് താഴെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. 2 മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതുക. എക്സ് ക്യൂബ് എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 3x². ഉപയോഗിക്കുന്ന ഫോർമുല x⁻n ആണെങ്കിൽ n × x⁻n−1. അതാണ് ഡെറിവേഷൻ. അതേ ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എക്സ് ക്യൂബ് വരുമ്പോൾ 3 × x² പ്ലസ് 9 മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കോൺസ്റ്റന്റ് മാറ്റി എഴുതി. x² എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2x പ്ലസ് 12 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി. എക്സിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് 1ന്റെ ഡെറിവേഷൻ 0. അതായത് 6x² പ്ലസ് 18x പ്ലസ് 12. ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് 6 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. 6നെ ഞാൻ ഔട്ട് സൈഡ് നിർത്തുകയാണ്. അപ്പോൾ 6 × x² പ്ലസ് 3x പ്ലസ് 2 എന്ന് പറഞ്ഞ് എഴുതാം. അടുത്ത സ്റ്റെപ്പ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 6 × x² പ്ലസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. നമുക്കറിയാം 6 ഒരിക്കലും 0 ആവില്ല. പിന്നീട് ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് 0 ആവുകയുള്ളൂ. അതായത് x² പ്ലസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. x പ്ലസ് 2 × x പ്ലസ് 1 ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 തന്നെയാണ് വരിക, ആഡ് ചെയ്യുന്ന സമയത്ത് 3 തന്നെയാണ് കിട്ടുന്നത്. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് 9 എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇവിടെ നിന്നും എക്സിന് 2 വാല്യൂ കിട്ടാം, -2 കിട്ടാം, അല്ലെങ്കിൽ -1 എന്ന് പറയുന്ന കാര്യം കിട്ടാം. ഇപ്പോൾ 2 വാല്യൂ കിട്ടി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ റിയൽ ലൈൻ എന്ന് പറയുന്ന ആശയത്തിനെ നമുക്ക് ഇതിൽ ഏതാണ് ആദ്യം വരിക നോക്കണം. -2 എന്ന് പറയുന്ന ആദ്യം വരും, അത് കഴിഞ്ഞിട്ടാണ് -1 വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഇന്റർവെല്ലുകളാക്കി മാറ്റുമ്പോൾ -∞ -2 എന്ന് പറഞ്ഞൊരു ഇന്റർവെല്ല് വരും, -2 -1 എന്ന് പറഞ്ഞ മറ്റൊരു ഇന്റർവെല്ല് വരും, -1 ∞ എന്ന് പറഞ്ഞ മറ്റൊരു ഇന്റർവെല്ല് വരും. അപ്പോൾ 3 ഡിസ്ജോയിന്റ് ഇന്റർവെൽസുകൾ നമുക്ക് അവിടെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇനി ഓരോ ഇന്റർവെല്ലിലും ഏതാണ് ഇൻക്രീസിങ് ഏതാണ് ഡിക്രീസിങ് എന്ന് അറിയണം. അതിനുവേണ്ടി ഓരോ ഇന്റർവെല്ലായിട്ട് എടുക്കുകയാണ് നമ്മൾ. -∞ -2 എന്ന് പറയുന്ന കാര്യം എടുക്കുകയാണ്. ഇവിടെ എഫ് ഡാഷ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? -3 കൊടുക്കാം. -3 കൊടുക്കുമ്പോൾ നേരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് <0 ആണോ <0 ആണോ എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി ഈ പറയുന്ന കാര്യത്തിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലേക്ക് കണക്ട് ചെയ്യാം? ഈ ഒരു ഇക്വേഷനെ x+2 × x+1 എന്ന് പറഞ്ഞ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. 6 × x+2 × x+1. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഞാനിവിടെ -3 ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ -3 + 2 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറാണ് ആൻസർ വരിക. -3 + 1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറാണ് ആൻസർ വരിക. അപ്പോൾ ഇവിടെയും നെഗറ്റീവ് ആണ്, ഇവിടെയും നെഗറ്റീവ് ആണ്. അപ്പോൾ 2 നെഗറ്റീവ് ഉള്ളത് കൊണ്ട് പോസിറ്റീവായി. 6 എന്ന് പറയുന്നത് ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എഫ് ഡാഷ് -3 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? >0 ആയിരിക്കും. അത് >0 ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റർവെല്ലിൽ എഫ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇൻ ഓപ്പൺ ഇന്റർവെൽ -2 -1 അതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് എഫ് ഡാഷ് -1.5 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ -1.5 കൊടുക്കുമ്പോൾ ഡിഫറൻസ് ആയിട്ടാണ് വരിക, അപ്പോൾ അവിടെ പോസിറ്റീവാണ് വരിക. ഇവിടെ -1.5 കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാൻ സാധ്യതയുള്ളൂ? <0 എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിരിക്കും. ഇനി ഇൻ -1 ∞ എഫ് ഡാഷ് ഒരു 0 കൊടുക്കാം. 0 കൊടുക്കുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ ഓൾറെഡി പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടുള്ളൂ? >0 കിട്ടുള്ളൂ. അപ്പോൾ ആ ഇന്റർവെൽ എഫ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്നത് -1 ∞ എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവെല്ലിലും -∞ -2 എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവെല്ലിലും ആയിരിക്കും. അടുത്ത ചോദ്യത്തിൽ ചെയ്യാനുള്ളത്, ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് റിയൽ നമ്പർ സെറ്റിൽ എന്ന് നമ്മൾ തെളിയിക്കണം. റിയൽ നമ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഇന്റർവെല്ലാണ്, -∞ എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ഇന്റർവെല്ലാണ്. അപ്പോൾ ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് തെളിയിക്കണം. ഫംഗ്ഷനെ f(x) എന്ന് പറഞ്ഞൊന്ന് എടുക്കുകയാണ്. x³ - 6x² + 15x + 4. നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്തായാൽ മതി? >0 ആയാൽ മതി. എഫ് ഡാഷ് എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. x³ ഡെറിവേഷൻ 3x² -6 × x² ഡെറിവേഷൻ 2x പ്ലസ്
15 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേഷൻ 1 പ്ലസ് 4ൻ്റെ ഡെറിവേഷൻ 0. അതായത് 3x² മൈനസ് 12x പ്ലസ് 15. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് 3 എന്ന് പറയുന്ന കാര്യം എല്ലാത്തിൽ നിന്നും കോമൺ ആയി ഔട്ട്സൈഡ് നിർത്തുന്നു. അപ്പോൾ x² മൈനസ് 4x പ്ലസ് 5. ഇത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത് പറയുന്നതിന് വേണ്ടി 3 ഇൻറ്റു x² മൈനസ് 4x, ഞാൻ ഇവിടെ ഒരു 4 ആഡ് ചെയ്യാണ്. ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ആഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ 4 മൈനസ് ചെയ്യാം. പ്ലസ് 5 എന്ന് പറയുന്ന കാര്യം അതുപോലെ എഴുതുകയും ചെയ്യുക. അതായത് ഇതിനടുത്ത ഘട്ടത്തിൽ എന്ത് പറയാം, 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് എഴുതാം. -4 പ്ലസ് 5 ആണ് എന്തായിട്ട് വരുന്നത്, 1 എന്ന് പറയുന്ന കാര്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിലും പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിലും ഡിഫറൻസ് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, പോസിറ്റീവായ വാല്യൂ ആണ് കിട്ടുക. 1 ആഡ് ചെയ്താൽ പോസിറ്റീവ് ആണ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആണ്. അതായത് ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എന്ത് പറയാം, therefore f is strictly increasing in R. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. Prove that the function f of x equal to log sin x is strictly increasing in open interval 0 pi by 2 and strictly decreasing in open interval pi by 2 pi. തന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നും ഈ ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെന്നും തെളിയിക്കണം. ഇവിടെ എഫ് ഓഫ് എക്സ് ലോഗ് സൈൻ എക്സ് ആണെന്നുള്ളത്, ഇതേപോലെ എഫ് ഓഫ് എക്സ് കോസ് എക്സ് തരാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം തരാം, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് കോസ് എക്സ് എന്ന് പറഞ്ഞൊക്കെ തരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിലാണ് അത്തരം ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം തന്ന ഫംഗ്ഷൻ ഒന്ന് എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. ലോഗ് സൈൻ എക്സ് എന്ന് പറഞ്ഞ കാര്യം ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇത് ലോഗ് എക്സ് ആണെങ്കിൽ 1/x ആണ്, അതേ രീതിയിൽ 1/sin x എന്ന് പറയുന്ന ഡെറിവേഷൻ വരും. ഇത് മാത്രം എഴുതിയാൽ പോരാ, എന്തുകൂടി ചെയ്യണം, sin x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1/sin x ഇൻറ്റു sin xന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, cos x ആണ്. ഇനി നമുക്ക് വേണ്ടത് 0 π/2 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് ഫംഗ്ഷൻ വരുന്നത് എന്നാണ് തെളിയിക്കാനുള്ളത്. ഇത് ട്രിഗണോമെട്രി ഫംഗ്ഷനുമായി കണക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. നമ്മളെ 4 ക്വാഡ്രന്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വാഡ്രന്റുകളെ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പോസിറ്റീവാണ്, ഇവിടെ സൈനും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്, ഇവിടെ ടാനും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്, ഇവിടെ കോസും അതിൻ്റെ വിപരീതവും പോസിറ്റീവാണ്. ആ ക്വാഡ്രന്റിൻ്റെ ഒരു ആശയം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് കണക്ട് ചെയ്യാം. ഇൻ ഓപ്പൺ ഇന്റർവെൽ 0 π/2 the values of cos x and sin x are positive. എന്താണ് പറഞ്ഞത്, 0 π/2 എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവെല്ലില് cos x എന്ന് പറയുന്നതിൻ്റെയും sin x എന്ന് പറയുന്നതിൻ്റെയും വാല്യൂ അവിടെ എന്താണ്, പോസിറ്റീവ് ആണ്. കാരണം എല്ലാം പോസിറ്റീവ് അവിടെ, അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായ നമ്പറുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് കിട്ടുക, പോസിറ്റീവ് ആണ് കിട്ടുക. അതായത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ഓപ്പൺ ഇന്റർവെൽ 0 π/2. ആദ്യത്തെ കാര്യം നമ്മുടെ തെളിയിക്കൽ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇൻ ഓപ്പൺ ഇന്റർവെൽ π/2 π the value of sin x is positive but value of cos x is negative. കാരണം എന്താ, π/2 π എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെല്ല, ഇതിനകത്ത് സൈൻ പോസിറ്റീവാണ്, പക്ഷെ കോസ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. ഒരു നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, നെഗറ്റീവാണ് കിട്ടുക. അതായത് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. അവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓൺ ഓപ്പൺ ഇന്റർവെൽ π/2 π. ഇത്രയും ചോദ്യങ്ങളാണ് ആ 2 സെക്ഷനിലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങൾ അവൈലബിൾ ആകുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസുകൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ഈ സെക്ഷനിൽ നിന്നുള്ളത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ടാൻജൻ്റ് ആൻഡ് നോർമൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ഒരു സെക്ഷനുമായിട്ട്
അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.